വിദ്യാർത്ഥിയായിരുന്നല്ലോ ധീരജ്, ഓർമ്മയുണ്ടോ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായിട്ടുള്ള ധീരജിനെ കോളേജിനകത്ത് കയറി അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ കുത്തിക്കൊലപ്പെടുത്തി. ആ കൊലക്കേസിലെ പ്രതിയെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂട്ടി നടന്നപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു? നിങ്ങളുടെ ഈ ധാർമ്മിക ബോധം അന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ, DYFIക്കാർ, SFIക്കാരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നേരത്തൊന്നും നിങ്ങളുടെ ധർമ്മബോധം കാശിക്ക് പോയിരുന്നോ? നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇവിടെ CPMകാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നതാണോ നിങ്ങളുടെ ധാരണ? ഇരട്ടക്കൊലയെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ CPMന്റെ 2 പ്രവർത്തകന്മാരെ തിരുവോണത്തിൻ്റെ തലേ ദിവസം ഒരു 4 വർഷം മുമ്പാണല്ലോ കൊലപ്പെടുത്തിയത്. എന്താ നിങ്ങൾക്ക് വാർത്തയാക്കാൻ തോന്നാത്തത്? ഞാനിപ്പോൾ ഈ ജയിലിലെത്തിയിട്ടുള്ളത് കണ്ണപുരത്ത് CPMന്റെയും DYFIയുടെയും മുശിരനായിട്ടുള്ള പ്രവർത്തകൻ സഖാവ് റീജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് അതിലെ 9 പേരും RSSകാരായിട്ടുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ആ റീജിത്ത് രക്തസാക്ഷിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ മാധ്യമധർമ്മബോധം അത് CPMരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉയർത്തി